എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കും അതുപോലെ അപ്പത്തിനും നല്ലൊരു കോമ്പിനേഷനായ മുട്ട റോസ്റ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി ആദ്യം നമുക്ക് മുട്ട എടുക്കാം. മുട്ട വേവിക്കാനായിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. അതിനുശേഷം മുട്ടയുടെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ വെള്ളമൊഴിച്ചു. ഇനി നമുക്കിത് അടുപ്പത്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കിത് ഓഫാക്കി ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായ മുട്ട നമുക്ക് കിട്ടും. ഇനി ഇതിന് വേണ്ടുന്നതാണ് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ഇടാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴന്നു വന്നു. ഇനി നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ മസാലയും നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ മുട്ട ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് വരിഞ്ഞ് ഇതിൽ നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. ഇനി എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം. മുട്ട ഉടയാതെ വേണം യോജിപ്പിക്കാൻ. മുട്ട ഇങ്ങനെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും മുട്ട ഇങ്ങനെയൊന്ന് പുഴുങ്ങി നോക്കണം.
ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. ഇത് നല്ല രുചിയുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.